വിനോദസഞ്ചാരികളുടെ മനസ്സിൽ ഇടം നേടി അയ്യപ്പൻകോവിൽ തൂക്കുപാലം. സീസൺ അല്ലാതിരുന്നിട്ടും തൂക്കുപാലം കാണാൻ നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി എത്തിച്ചേരുന്നത്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ തൂക്കുപാലങ്ങളിലൊന്നായതിനാൽ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇത് സന്ദർശിക്കാറുണ്ട്. പാലം അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഇവിടെ വലിയ ഒരു അപകടവും പതിയിരിക്കുന്നു. 2012 തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നു നൽകിയത്. എല്ലാ അവധി ദിനങ്ങളിലും സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഇവിടേക്ക് ഉണ്ടാകുന്നത്. പിന്നീട് ദിലീപ് നായകനായ ലൈഫ് ഓഫ് ജോസുകുട്ടി അടക്കം നിരവധി സിനിമകളിലൂടെ തൂക്കുപാലത്തിന്റെ ദൃശ്യഭംഗി അപ്രപാളിയിലെത്തി. ഇതോടെ തമിഴ് സിനിമയടക്കം നിരവധി സിനിമകൾക്കും പാട്ടുകൾക്കും ആൽബങ്ങൾക്കും ഇവിടം വേദിയായി. പെരിയാർ നദിയുടെ തീരത്തുള്ള പുരാതന ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രമായ അയ്യപ്പൻകോവിൽ ക്ഷേത്രവും പരിസരവും കാഴ്ചകളും മറ്റൊരു ആകർഷണമാണ്. കാഴ്ചയിൽ കേമനാണെങ്കിലും മുമ്പുള്ളതിനേക്കാൾ ഭയാനകമാകും വിധം പാലത്തിന്റെ അപകടാവസ്ഥ വർദ്ധിക്കുകയും ചെയ്തു. പണി കഴിപ്പിച്ച പാലത്തിന് കുറച്ചു വർഷങ്ങളായി നേരിടുന്ന പ്രശ്നം അറ്റകുറ്റപ്പണികളുടെ അഭാവമാണ്. കാലപ്പഴക്കത്താൽ പലയിടത്തും തൂക്കുപാലത്തിന്റെ കൈവഴികളിൽ ചിലവ വിട്ടുപോയിട്ടുണ്ട്. നട്ടുബോട്ടുകൾ പലതും തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലുമാണ്. ഇവ മാറ്റി പുതിയവ സ്ഥാപിച്ച് പാലത്തിന് സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ്. നട്ടും ബോൾട്ടും ഇളകി നടപ്പാത ദ്രവിച്ചും സുരക്ഷാവേലി തകർന്നും പാലം വലിയ അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ പാലം കൂടുതൽ അപകടാവസ്ഥയിലായി തീർന്നിരിക്കുന്നു. പാലത്തിന്റെ അടിയിൽ നിലയില്ലാത്ത രീതിയിൽ വെള്ളം കയറിക്കിടക്കുകയാണ്. അപകടമുണ്ടായാൽ വലിയ ദുരന്തമായതും മാറാൻ ഇടയാകും. അയ്യപ്പ ക്ഷേത്രമായ അയ്യപ്പൻകോവിലെ ക്ഷേത്ര കവാടത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ് തൂക്കുപാലം. ഇപ്പോൾ ടൂറിസം മേഖലയും കൂടി ആയതുകൊണ്ട് നിരവധി ടൂറിസ്റ്റുകൾ അവിടെ യാത്ര ചെയ്യുമ്പോൾ തൂക്കുപാലത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. പിന്നെ നട്ടുബോട്ടുകളെല്ലാം ഇളകി 3-4 പേര് കൂടുതൽ കയറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് അപകടാവസ്ഥയിലേക്ക് ആടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വാഗ്ദാനങ്ങളും വർഷാവർഷം എസ്റ്റിമേറ്റ് എടുക്കുന്നതല്ലാതെ നടപടി മാത്രം ഉണ്ടാവുന്നില്ല. അടിയന്തരമായി പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി അപകടാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിനാണ് ഇത് സാക്ഷിയാകേണ്ടി വരിക. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.